6% മാത്രം ഭൂമി കൈവശമുണ്ടായിരുന്ന ജൂതർക്കാണ് 56% ഭൂമി കൊടുക്കുന്നത്. മാത്രമല്ല കുതുസടങ്ങുന്ന പ്രദേശം അന്താരാഷ്ട്ര നിരീക്ഷണത്തിലുമാക്കി. മുസ്ലിം ലോകം പ്രതിഷേധിക്കുമ്പോഴും 1948 മാർച്ച് 14 ടെല്ലവീവിൽ സയനിസ്റ്റ് കോൺഫറൻസ് ചേർന്നുകൊണ്ട് ഇസ്രയേൽ എന്ന രാജ്യം രൂപപ്പെട്ടതായി പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ന് വരെ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്ത് സ്വൈരമായി കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് 1967 മുതൽ അതിശക്തമായ ആക്രമണങ്ങളാണ്. ആ ആക്രമണത്തിൽ എത്രയോ പ്രദേശങ്ങൾ അവർ കയ്യേറി. അന്താരാഷ്ട്ര മേഖല എന്ന് അവകാശപ്പെട്ടിരുന്ന പ്രദേശം പോലും കൈയടക്കി. ഈ കൈയടക്കൽ നിരന്തരം തുറന്നുകൊണ്ടിരിക്കുന്നു. അവർക്കൊരു അതിരും വരമ്പും കൃത്യമായി നിശ്ചയിച്ചു കൊടുത്തു. കൃത്യമായ അതിർപ്രദേശങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ട് പോലും ഖുദ്സിന്റെ മണ്ണ് അവർ കൈയടക്കി. മാത്രമല്ല അതിനപ്പുറത്തേക്ക് പിന്നെയും ഇപ്പോൾ ഗാസ കുന്നുകൾ പിടിച്ചടക്കാൻ വേണ്ടി ഒരു കാലത്ത് അവർ പിടിച്ചടക്കി. പിന്നെയും സ്വതന്ത്ര പലസ്തീൻ രാജ്യം രൂപീകരിച്ചുകൊണ്ട് PLOയുടെയും അതുപോലെ തന്നെ ഹമാസിന്റെയും അവിടെയുള്ള സംഘടനകളുടെയും എതിർപ്പിന്റെ ഫലമായി ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചിടപെട്ടുകൊണ്ട് ആ പ്രദേശത്ത് ഫലസ്തീനികൾക്ക് ഒരു സ്വതന്ത്രാവകാശവും അല്പം ഭൂമിയും വകവെച്ചു കൊടുത്തു. അതുപോലും കടന്നു പിടിക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതൊരു പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഇസ്രായേൽ രൂപപ്പെട്ടത്, ആ പ്രമേയം പോലെ വെടിനിർത്തണമെന്ന പ്രമേയം UN കൊണ്ടുവരുമ്പോൾ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. പുറങ്കാല് കൊണ്ട് തട്ടുന്നു. അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് സത്യത്തിൽ 45 ലക്ഷം വരുന്ന പലസ്തീനികൾ ലോകത്ത് ചിതറിക്കിടക്കുകയാണ്. 26,000 ചതുരശ്ര കിലോമീറ്റർ ഉള്ള പ്രദേശം, 26,000 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് നിന്ന് മുസ്ലിംകൾ മുഴുവൻ ആട്ടിയകറ്റി ലോകത്തിന്റെ പല ഭാഗത്തുമാണ് അവർ കിടക്കുന്നത്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗമായി അവർ മാറിയിരിക്കുന്നു. കുറെ ലെബനോണിൽ, അതുപോലെ കുറെ സിറിയയിൽ, കുറെ ഈജിപ്തിൽ 42 ലക്ഷത്തിലധികം അഭയാർത്ഥികൾ, 17 ലക്ഷത്തിലധികം ആളുകൾ ജോർഡാനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. 17 ലക്ഷത്തിൽ പരം ആളുകൾ ജോർഡാനിൽ, ലെബനോണിലും സിറിയയിലുമായി 4 ലക്ഷത്തിലധികം, ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ടെന്റുകൾ കെട്ടി താമസിക്കുന്ന പാവങ്ങൾ 16 ലക്ഷത്തിലധികം ടെന്റുകൾ കെട്ടി താമസിക്കുന്നു. സ്വന്തം നാട്ടിൽ വീട് വെച്ചാൽ ബോംബിട്ട് തകർക്കുക, ആശുപത്രി ബോംബിട്ട് തകർക്കുക, സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയെ വെടിവെച്ച് കൊല്ലുക. എത്രത്തോളം ആ രാജ്യത്ത് ചെക്ക് പോയിന്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു രാജ്യത്ത് 100 കണക്കിന് ചെക്ക് പോയിന്റുകൾ. ഒരു ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ പോലും ചെക്ക് പോയിന്റ് കടക്കണം. ഈ ചെക്ക് പോയിന്റിൽ പറന്നു വീടുന്ന കുട്ടികളുണ്ട്. പാവപ്പെട്ട ഉമ്മമാർ ഗർഭം ധരിച്ച് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ചെക്ക് പോയിന്റിൽ പ്രസവിച്ച അവസ്ഥ, അവിടെ മരിച്ചു വീണ അവസ്ഥ, ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്നു. മതിൽ കെട്ടി മനുഷ്യനെ വേർതിരിച്ചിട്ട് ഒരു ആശുപത്രിയിൽ പോകാൻ കിലോമീറ്ററുകളും താണ്ടേണ്ട അവസ്ഥ. എത്ര വലിയ പീഡനമാണ് ഒരു സമൂഹത്തിന് കൊടുക്കുന്നത്. നിരന്തരമായ പീഡനം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടെ ഈ രീതിയിലുള്ള വമ്പിച്ച ആക്രമണങ്ങളും. ഇന്ന് ആ ഷാബ്ര അതുപോലെ തന്നെ ഷത്തീല പോലുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബിട്ടിട്ട് മനുഷ്യന്റെ മക്കളെ കൊന്നു കുടിച്ചു മൂടിയതിന്റെ ചിത്രം ലോകത്ത് ഒരുപാട് പത്രങ്ങളും മീഡിയകളും പുറത്തു കൊണ്ടുവന്നു. ഈ അവസ്ഥയിൽ അവർക്ക് വേണ്ടി പൊരുതിരുന്ന ഷെയ്ഖ് യാസീനെ കൊന്നു. നിരവധി ആളുകളെ അവർക്ക് വേണ്ടി ശബ്ദിച്ചിരുന്ന നിരവധി നേതാക്കളെ മുഴുവൻ, അറഫാത്തിനെ കൊന്നതല്ലേ, അബ്ദുൽ അസീസ് റന്തീസിയെ കൊന്നതല്ലേ, ആ നേതാക്കളെ മുഴുവൻ പ്രതിരോധ പ്രവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ കൊന്നു കുഴിച്ചുമൂടി. അതുപോലെ ഒരുപാട് ആളുകളെ, ഇസുദ്ദീൻ ഖലീലിനെ പോലുള്ള ആളുകളെ ചരിത്രത്തിൽ ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ച പ്രതിഭാസമ്പന്നരായ നേതാക്കളെ മുഴുവൻ കൊന്നൊടുക്കി. ആ രാജ്യത്തിന്റെ മക്കൾക്ക് ഭൂമി ഇല്ലാതെയാക്കി. ഇപ്പോൾ എന്ത് ന്യായമാണ് അമേരിക്ക ചെയ്യുന്ന ഈ പ്രവർത്തനത്തിനുള്ളത്? ഒരു ഭാഗത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഈ പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ മൗനാനുവാദം അമേരിക്ക കൊടുക്കുമ്പോൾ ഇറാഖിന്റെ മണ്ണിൽ അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചു തൂക്കി. അവിടെ അവർ ജനാധിപത്യം നടപ്പാക്കുന്നുവത്രേ. മുസ്ലിം സമൂഹത്തെ മുഴുവൻ ഭീകരവാദികളും തീവ്രവാദികളുമാക്കുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടി ചെറുത്തുന്നാൽ ഭീകരത. ചെറിയ ചെറിയ കൽച്ചീളുകൾ കൊണ്ടാണ് അവർ പൊരുതുന്നത്. ഇന്തിഫാദയുടെ ഉണർവ് കൊച്ചുകുട്ടികളിൽ പോലും നിങ്ങൾ കണ്ടില്ലേ? ചെറിയ ചെറിയ കുട്ടികൾ, വിമാനം പോലും പറന്നാൽ പേടിച്ചകത്തിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ പ്രായത്തിലുള്ള മക്കൾ കൊച്ചു കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ബയണറ്റുകൾക്കെതിരെ പൊരുതുന്നു, തോക്കുകൾക്കെതിരെ പൊരുതുന്നു. വിമാനവാഹിനി അതുപോലെ തന്നെ അപകടകരമായ എന്ത് ആയുധങ്ങൾ അവർ കൊണ്ടുവന്നാലും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അതിശക്തമായ കൽച്ചീളുകൾ കൊണ്ട് എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന മക്കളെ കണ്ടില്ലേ നിങ്ങൾ? ആ മക്കളുടെ മനസ്സ് പോലും അങ്ങനെയായി. അതിന്റെ പേര് തീവ്രവാദമെന്നായി. കഴുത്ത് ഞെരിക്കുന്നവന്റെ കഴുത്ത് ഒന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടി കൈക്ക് കടിച്ചാൽ തീവ്രവാദമായി, അത് ഭീകരവാദമായി. അതിനെ ഭീകരവാദമെന്നോ തീവ്രവാദമെന്നോ പേരിട്ട് മുസ്ലിം സമൂഹത്തെ ഒതുക്കാൻ ശ്രമിച്ചു. അതിനെതിരെ അമേരിക്ക രംഗത്ത് വന്നു. ഇന്ന് ലോകത്ത് നടക്കുന്ന പ്രവർത്തനം അതാ. എല്ലാ വിഭാഗം ആളുകളും, കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ഈ രാജ്യം നിലവിൽ വന്നപ്പോൾ ആദ്യം അതിനെ അംഗീകരിച്ചു, അതിന് അംഗീകാരം ചാർത്തി. അങ്ങനെ ലോകത്ത് സോവിയറ്റ് റഷ്യ പോലും മുസ്ലിം സമൂഹത്തോട് ദ്രോഹം ചെയ്തു. ഒരുപാട് രാജ്യങ്ങൾ ഇവർക്ക് അംഗീകാരം കൊടുത്തു.
ഇന്ത്യ മഹാരാജ്യം അതിശക്തമായി ഇസ്രയേലിനെ എതിർത്തുകൊണ്ടുവന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യം പോലും ഫാഷിസ്റ്റ് ഭരണകാലത്ത് ഇസ്രയേലുമായി കൈകോർത്തു. ഇസ്രയേലിന്റെ മൊസാദിന് സഞ്ചാര സ്വാതന്ത്ര്യം കൊടുത്തു. അതിന്റെ പരിണിത ഫലം നമ്മുടെ ബോംബെയിൽ ഈയിടെ ഉണ്ടായ കലാപം പോലും ലോകത്തേക്ക് ഭീകരത കയറ്റിയേക്കുന്ന ഈ രാജ്യത്തിന്റെ സംഭാവനയാണ്. നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇസ്രയേലിനൊപ്പമാണ്, ഇസ്രയേൽ ഭീകര രാജ്യമാണ്, നമ്മൾ പലസ്തീന്റെ ഒപ്പമാണുള്ളത്. എന്നും ഇന്ത്യ പലസ്തീന്റെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യം ഒരു സഹോദരനെ പോലെയാണ് യാസർ അറഫാത്തിനെ കണ്ടിട്ടുള്ളത്. നമ്മൾ ഓർക്കണം, നമുക്ക് ഈ വിഷയത്തിൽ ഒന്നേ പറയുവാനുള്ളൂ, പീഡിത ജനവിഭാഗത്തിന്റെ കൂടെ നിൽക്കുക. സത്യം സത്യമായി അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ദുർനടപടി ഇതാണ്. സത്യമാരും സത്യമായി അംഗീകരിക്കില്ല. പൊരുതുന്നവനെ അഥവാ എരയെ വേട്ടക്കാരനാക്കുന്ന അവസ്ഥ അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഖബിലിൽ ഹഖ് മിമ്മൻ ജാഅ ബിഹി മിൻ സഈരിൻ ഔ കബീരിൻ വലൗ കാന ബഗീളാ വർദുദിൽ ബാതിൽ മിമ്മൻ ജാഅ ബിഹി മിൻ സഈരിൻ ഔ കബീരിൻ വലൗ കാന ഹബീബൻ ഔ ഖരീബാ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ വാചകം, ലോകം ഈ തത്വമെന്ന് അംഗീകരിച്ചാൽ എത്ര നന്നു, ലോകം ഈ തത്വമെന്ന് പ്രാവർത്തികമാക്കിയാൽ എത്ര ഗുണമുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്ക്. ഈ തത്വത്തിലേക്ക് യോഗത്തെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറയും, നമ്മളൊക്കെ പ്രാവർത്തികമാക്കേണ്ട ഒരു തത്വമാണത്. വഖബിലിൽ ഹഖ്, സത്യത്തെ നീ ഉൾക്കൊള്ളുക, സത്യം നീ ഏറ്റുപിടിക്കുക, സത്യം പറയുക, സത്യം പ്രവർത്തിക്കുക. എങ്ങനെ? മിമ്മൻ ജാഅ ബിഹി മിൻ സഈരിൻ ഔ കബീർ. അത് ചെറിയവൻ കൊണ്ടുവന്നാലും വലിയവൻ കൊണ്ടുവന്നാലും, സമ്പന്നൻ കൊണ്ടുവന്നാലും ദരിദ്രൻ കൊണ്ടുവന്നാലും, പണമുള്ളവൻ കൊണ്ടുവന്നാലും അല്ലാത്തവൻ കൊണ്ടുവന്നാലും, മിമ്മൻ ജാഅ ബിഹി മിൻ സഈരിൻ ഔ കബീർ വലൗ കാന ബഗീള. അവൻ നിന്റെ ദേഷ്യം, നിനക്ക് ദേഷ്യമുള്ള ശത്രുവാണെങ്കിൽ പോലും, ഒരു ശത്രുവാണ് സത്യം കൊണ്ടുവരുന്നതെങ്കിൽ പോലും നോക്കരുത്. ശത്രുവാണ് സത്യം കൊണ്ടുവരുന്നതെങ്കിലും സത്യം സത്യമായി സ്വീകരിക്കണം. എത്ര ഉദാഹരണമുണ്ട് ദീനിൽ. ഈജിപ്തിൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ഗവർണർ ആയിരിക്കുമ്പോൾ ഒരു പെണ്ണിന്റെ വീട് മസ്ജിദിന്റെ വികസനാർത്ഥം ആ പെണ്ണിന്റെ വീട് പള്ളിയോട് കൂട്ടിച്ചേർത്തു. ചരിത്രത്തിലില്ലേ? മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ആണ് ഗവർണർ. അന്ന് ഭരണാധികാരി ആരാ? ബഹുമാന്യനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഈ പെണ്ണ് പരാതിപ്പെട്ടിട്ട് ഫലമുണ്ടായില്ല, ഗവർണർ വീട് ചേർത്തു. ബഹുമാനപ്പെട്ട ഗവർണറെ ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് വിളിച്ചു വരുത്തി. ഗവർണർ വന്നു. ഈ പെണ്ണിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ, അന്യമതത്തിൽപ്പെട്ട ജൂതമതത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ, ഒരു ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗവർണറെ വിളിച്ചു വരുത്തി. തിരിച്ചു വിളിച്ചു. ഗവർണർ വന്നു. ഗവർണർ വന്നിട്ട് ഗവർണറോട് ചോദിച്ചു, ഈ പെണ്ണിന്റെ ഭൂമി കയ്യേറിയോ, അവളെ വീട് കയ്യേറിയോ? ഇസ്ലാമിന്റെ ഭരണത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഗവൺമെന്റിന് അക്വിസിഷൻ നടപടി സ്വീകരിക്കാമല്ലോ. അവിടെ ഈ റോഡ് വികസിപ്പിക്കുമ്പോൾ അക്വിസിഷൻ നടപടി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വീടോ പറമ്പോ കൊണ്ടുപോകും. ഗവൺമെന്റ് പണം കൊടുക്കും. ഗവർണർ പറഞ്ഞു, അവിടെ മുസ്ലിങ്ങൾ വർദ്ധിച്ചു. ഒരു ചെറിയ പള്ളിയിലാണ് നിസ്കരിച്ചിരുന്നത്, ഒരു കൊച്ചു പള്ളി. ആ പള്ളി മുസ്ലിങ്ങൾക്ക് മതിയാകാതെ വന്നു. മുസ്ലിങ്ങൾക്ക് ആ പള്ളി മതിയാകാതെ വന്നപ്പോൾ പള്ളി വികസിപ്പിക്കൽ അനിവാര്യമായി. പള്ളി വികസനം അനിവാര്യമായി വന്ന ഘട്ടത്തിൽ ഞാൻ ഈ പെണ്ണിനോട്, പെണ്ണിന്റെ വീട് ചോദിച്ചു. ഭൂമിശാസ്ത്രപരമായി വീട് പള്ളിയോട് ചേർത്താൽ സുഖമായി നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അവൾ ഒരിക്കലും അത് തരില്ലെന്ന് പറഞ്ഞു. പലതവണ ആവശ്യപ്പെട്ടു. മുസ്ലിങ്ങളുടെ പൊതു ആവശ്യമാണ് പള്ളി. അവൾ തരില്ലെന്ന് ബോധ്യം വന്നപ്പോൾ അവൾക്ക് ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണം പൊതു ഖജനാവിൽ നിന്ന് നീക്കിവെച്ച് ഞാനത് പള്ളിയോട് ചേർത്തു. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഖലീഫ പറഞ്ഞു, അവളെ സമ്മതമില്ലാതെ അവളുടെ വീട് നമുക്ക് പള്ളിയാക്കാൻ പാടില്ല, പോയി തിരിച്ചു കൊടുക്കണം ആ പെണ്ണിന്റെ വീട്. ഇസ്ലാമിന്റെ ഖലീഫ ഉത്തരവിട്ടു. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ. ഹക്ക് എവിടെന്ന് വന്നാലും ശരി, വലൗ കാന ബഗീള. നമ്മുടെ മതത്തിൽപ്പെടാത്ത അന്യനോ നമ്മുടെ ശത്രുവോ ആകട്ടെ, സ്വീകരിക്കണം ഹക്ക്. വർദുദിൽ ബാതിൽ, ബാതിൽ തള്ളിക്കളയണം. മിമ്മൻ ജാഅ ബിഹി മിൻ സഈരിൻ ഔ കബീർ. അത് ആര് കൊണ്ടുവരട്ടെ, കൊണ്ടുവന്നവൻ ആരെന്ന് നോക്കണ്ട. അത് അമേരിക്ക പോലെ വൻ ശക്തിയാണെങ്കിൽ ശരി. മിമ്മൻ ജാഅ ബിഹി മിൻ സഈരിൻ ഔ കബീരിൻ വലൗ കാന ഹബീബൻ ഔ ഖരീബാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മനോഹരമായ ഹദീസാണത്. പരിശുദ്ധ ഹബീബ് എന്താ പറഞ്ഞു? വലൗ കാന ബഗീദൻ വലൗ കാന ഹബീബൻ ഔ ഖരീബാ. നിന്റെ ഹബീബാണെങ്കിലും ഖരീബാണെങ്കിലും, നിന്റെ ഉറ്റമിത്രമാകട്ടെ, അതല്ല നിന്റെ അടുത്ത ബന്ധുവാകട്ടെ, സ്വീകരിക്കരുത് മോനെ ബാത്തില്.